മിസ്സാണ്. അപ്പൊ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ച് സ്കൂളിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയായിരിക്കും അല്ലേ. ഇനി നമുക്ക് അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ എക്സാം ആണ്. അതിന് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററുകൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച് റിവൈസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കണം. ഇനി ചുരുങ്ങിയതും കുറച്ച് മാസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അല്ലേ നമ്മളുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുന്നേ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് മിസ് കുറച്ച് ഗുണന കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്, ഗുണിക്കാനുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്, മൾട്ടിപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ മക്കളെ എല്ലാവരും മുന്നത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. എന്നാൽ നമുക്ക് അതൊന്ന് നോക്കിയാലോ അല്ലേ, നിങ്ങൾ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ നേരെ മാച്ച് ദ ഫോളോയിങ് ആണ്, മാച്ച് ചെയ്യാനാണ്. 3 × 2 3 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ് നമുക്കറിയാം. അപ്പൊ നേരെ 6ന്റെ നേരെ വരച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള ആക്ടിവിറ്റി. ഇനി അടുത്തതോ 16 16 ആണ് നമ്മളുടെ നെക്സ്റ്റ് ചോദ്യം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16 ആണ്. ഏതൊക്കെ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 16 കിട്ടുക, 8 × 2 അല്ലേ. 8 × 2 അഥവാ 2 × 8 ചെയ്താൽ നമുക്ക് 16 കിട്ടും. അപ്പൊ മിസ് എന്ത് ചെയ്തു, 16 നേരെ 8 × 2ലേക്ക് വരച്ചു വെച്ചു. ഇനി 5 × 2 അല്ലേ, 5 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ മിസ് 10ലേക്ക് വരച്ചു വെച്ചു. 5 × 2 10 വരച്ചു വെച്ചു. ഇനി അടുത്തത് 8 ആണ്. 8 എന്ന് പറയുന്നത് 4 × 2 ആണ്. 4 × 2 അഥവാ 2 × 4 ആണ് 8 എന്നുള്ളത് അറിയാം. ഇനിയോ 14 14 എങ്ങനെയാ കിട്ടുക, 7 × 2 അഥവാ 2 × 7. അപ്പൊ അതും മിസ് മാച്ച് ചെയ്തു. ഇനി 18 നമുക്ക് എങ്ങനെയാ കിട്ടുക, 18നെ 9 × 2 അഥവാ 2 × 9 ചെയ്താൽ നമുക്ക് 18 കിട്ടും അല്ലേ. അപ്പൊ 18നെ നമ്മൾ 9 × 2ലേക്ക് വരച്ചു വെക്കുകയാണ്. ഇനി 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. ഇനി 24 അല്ലേ, 6 × 4 അഥവാ 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ ഈ ഫുള്ള് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്തു നോക്കിയാലോ. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്രയോൺസ് ആണ് ഇവിടെ ഉള്ളത്. ക്രയോൺസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു പാക്കറ്റ് ക്രയോണിന്റെ വില 8 രൂപയാണ് കേട്ടോ. ഒരു പാക്കറ്റ് ക്രയോണിന്റെ വില 1 പാക്കറ്റ് ഓഫ് ക്രയോൺസ് ഇസ് ഈക്വൽ ടു 8 rupees. 8 rupees ആണ് ഒരു പാക്കറ്റ് ക്രയോണിന്റെ വില. ഇനിയോ ഇത്തരത്തിലെ 6 പാക്കറ്റ് ക്രയോൺ വാങ്ങാൻ എത്ര രൂപ വേണം? ഹൗ മച്ച് ഇസ് നീഡഡ് ടു ബൈ 6 പാക്കറ്റ്സ്? 6 പാക്കറ്റ് ക്രയോണുകൾ ഇതുപോലെ വാങ്ങാൻ. ഇതൊരൊറ്റ പാക്കറ്റ് ആണ്, അതിന് 8 രൂപയാണ്. ഇതുപോലെ 6 എണ്ണം വാങ്ങാൻ നമ്മൾ എന്താ ചെയ്യാ, അതെ 8+8+ എന്ന് പറഞ്ഞ് 8നെ 6 തവണ കൂട്ടും. പക്ഷെ ഇനി നമ്മൾ അങ്ങനെ ചെയ്യില്ല, കാരണം നമുക്ക് എന്താണ്, ഗുണനം അറിയാം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, 6 പാക്കറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മള് 6 × 8 8 × 6 അഥവാ 6 × 8 നമ്മൾ ചെയ്താൽ മതി അല്ലേ. 6 × 8 എത്രയാണ്, അഥവാ 8 × 6 എത്രയാണ്, 48 48 ആണ് എന്ന് എല്ലാവർക്കും അടിപൊളിയായിട്ട് അറിയാം. അപ്പോ 48 രൂപ അഥവാ ₹48 ആണ് ആവുക അല്ലെ 6 പാക്കറ്റുകൾക്ക്. അപ്പൊ ഇനിയും അടിപൊളി ചോദ്യങ്ങളായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.